ഇനി ശ്രീ സുനിൽ കുമാർ ഭഗത് സിംഗ് ആകുന്നുണ്ട്, ഗാന്ധിജിയുടെ മകനാകുന്നുണ്ട്. അതുപോലെ മറ്റ് വ്യത്യസ്തമായ കുറേ കഥാപാത്രങ്ങൾ ചെയ്യുന്ന അതുല്യ പ്രതിഭയാണ് സുനിൽ പൂമടം. ഇത് സുനിൽ പൂമടത്തിന് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്ങാണ്. ഇനി വിനോദ് മായന്നൂർ ഡോക്ടർ BR അംബേദ്കറെ അത്ഭുതകരമായി വേദിയിൽ അവതരിപ്പിച്ച് അംബേദ്കറുടെ ചോദ്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ഹൃദയത്തിൽ നിൽക്കുന്ന ചോദ്യങ്ങൾ, അംബേദ്കർ ഗാന്ധിജിയുമായിട്ടുള്ള സംവാദം വളരെ മഹത്തരമായി ഉണ്ട്. വിനോദ് മായന്നൂർ. ശ്രീ ഷെയ്ജി രാജ് ജവഹർലാൽ നെഹ്റുവിനെ അതിമനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജയിൽ ജീവനക്കാരൻ അടക്കം വ്യത്യസ്തമായ കുറേ വേഷങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. ഷെജിരാജ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആദരവാണ്. ഇനി സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ അപ്പു കേരള അതിൽ ചെറിയ കഥാപാത്രങ്ങളും ആകുന്നുണ്ട്. ഈ നാടക മേഖലയിലെ അതിൻ്റെ സാങ്കേതിക മേഖലയിലെ നിരവധി വർഷത്തെ പരിചയസമ്പന്നമാണ് അപ്പു കേരള. നിതിൻ പന്തളവും സാങ്കേതിക മേഖലയിലെ മികവാണ്. നിതിൻ മേഖലയ്ക്കും ആദരവ്. ശ്രീ ബാബുക്കുട്ടനും ആദരവ്. ശ്രീ ബാബുരാജ് വിതുർമല സാങ്കേതിക രംഗത്തെ പ്രതിഭയാണ്. ഇനി ഒരു ചടങ്ങ് കൂടി. പ്രിയങ്കരനായ ശ്രീകാന്ത് അയ്മനൻ രചിച്ച ജീവന്റെ സംഗീതം അച്ഛൻ എന്ന പുസ്തകം ശ്രീകാന്തിൻ്റെ സാന്നിധ്യത്തിൽ ആദരണീയനായ ശ്രീ ബ്ലസ്സി KPC ലീല അമ്മയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നു. ഗാന്ധിഭവൻ സെക്രട്ടറി ശ്രീ പൊന്നൂർ സോമരാജൻ അവരുടെ ജീവിത വഴികളിലൂടെയുള്ള ഒരു യാത്ര, ആ അനുഭവക്കുറിപ്പുകളാണ് ഈ പുസ്തകം. ഇനി നമുക്ക് ഈ അതുല്യനായ ചലച്ചിത്ര സംവിധായകൻ, നമ്മളേറെ പ്രതീക്ഷകളോടെ ആസ്വാദലോകം കാത്തിരിക്കുന്ന ബഹുമാന്യനായ ഗാന്ധിഭവൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗം ശ്രീ ബ്ലസ്സി സാറിനെ അദ്ദേഹത്തിൻ്റെ സ്നേഹവാക്കുകൾക്കായി ഏറെ ഹൃദയാദരങ്ങളോട് ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ആദരണീയരായ സുഹൃത്തുക്കളെ, ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെ കൺഫ്യൂഷനിലാണ്. കാരണം ഗാന്ധിഭവനെക്കുറിച്ചാണ് പറയേണ്ടത്. ഗാന്ധിഭവൻ നടത്തുന്ന ആതുര സേവനങ്ങളെക്കുറിച്ചാണോ പറയുന്നത്, അതോ ഗാന്ധിഭവൻ ലോകമൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന ലോക നാടക ദിനത്തിനെ ആഘോഷിക്കുവാനായി ഈ ദിവസം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണോ പറയേണ്ടത്? അങ്ങനെ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട്
ഇന്നത്തെ പ്രഭാതം എനിക്ക് തോന്നുന്നു എന്നോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്ത് രാംദാസിനും അങ്ങനെ തന്നെയായിരിക്കാം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അത് വിസ്മയമായി മാറുന്നത്. നമ്മളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ജീവിതം കൊണ്ട്, സേവനം കൊണ്ട് ഈ ലോകത്തിനെ വാക്കുകൾ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. നന്മകളെക്കുറിച്ച്, സ്നേഹത്തിനെക്കുറിച്ച്, കരുതലിനെക്കുറിച്ച് എത്ര അധികം എഴുതിയാലും എവിടെയും എത്താത്ത തരത്തിൽ കാണിച്ചു കൊടുക്കുന്ന വലിയൊരു പ്രവർത്തനം. ഇത് ഞാൻ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആദരണീയനായ ക്രിസോസ്റ്റം തിരുമേനിയോടൊപ്പം ഇവിടെ വന്ന് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങിയ ആ ദിവസം ഞാൻ ഇന്നലെ പോലെ ഓർക്കുകയാണ്. ഈശ്വര കൃപ കൊണ്ട് ഗാന്ധിഭവൻ അതിലും അന്ന് കണ്ടതിനേക്കാൾ ഉപരിയായി വലിയൊരു തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ച ലോകമെമ്പാടും ഉള്ള മനുഷ്യരെ കൂടുതൽ നന്മയിലേക്ക്, സ്നേഹത്തിലേക്കൊക്കെ നയിക്കുവാനായിട്ടുള്ള വലിയൊരു ഒരു മാർഗനിർദ്ദേശം കൂടിയാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നത്. അശരണരായ ആൾക്കാരെ, അത് ജീവിതത്തിൽ കൂടെ ആളില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പലപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള തോന്നലിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ തനിച്ചാണ് എന്നുള്ളത് ചില ഇടങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഇല്ലാതാകുന്ന അവസ്ഥ. 2 പേർ ചേരുമ്പോൾ ഒരാളേ ഉള്ളൂ, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഇല്ലാതാകുന്നു എന്ന് കസാൻസാക്ക് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള അവരിന് വേണ്ടി ജീവിതത്തിനെ മാറ്റിവെച്ചിരിക്കുന്ന കർമ്മ മേഖലകളിൽ നിൽക്കുന്ന ഇവിടുത്തെ ജീവനക്കാർ, അവരോടൊക്കെയുള്ള നന്ദിയും ആദരവുമാണ് എനിക്ക് ഇവിടെ പറയാൻ കഴിയുന്നത്. ഞാൻ സ്പെഷ്യൽ സ്കൂൾ സന്ദർശിച്ചപ്പോൾ ഞാൻ അവിടുത്തെ അധ്യാപകരോട് ഞാൻ പറയുകയുണ്ടായി, നിങ്ങളുടെ മനസ്സ് തളരാതെ സൂക്ഷിക്കണം. കാരണം നന്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേദനകൾ കാണുമ്പോൾ, ദുഃഖങ്ങൾ കാണുമ്പോൾ തകർന്നു പോകുന്നത് നിങ്ങളാവരുത്. കാരണം നിങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസവും വെളിച്ചവും നൽകുവാനായി നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ ബലമാർജിക്കണം എന്ന് പറഞ്ഞു. വളരെ അഭിമാനത്തോടുകൂടി, ഏറെ സന്തോഷത്തോടും കൂടിയാണ് ഗാന്ധി ഭവനിലെ ഈ പ്രവർത്തനങ്ങളെ കാണുന്നത്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട മാധവേട്ടൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തിയേറ്ററാണ്. ടി.പി. മാധവൻ എന്ന അഭിനേതാവിനെ, നടനെ ഒക്കെ ഓർക്കുമ്പോൾ എനിക്ക് 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രീമാൻ വേണു നാഗവള്ളിയോടൊപ്പം അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മുതലുള്ള ഒരു ബന്ധമാണ് മാധവേട്ടനുമായിട്ട് എനിക്കുള്ളത്. വഴുതക്കാട് അടുത്തൊക്കെ അദ്ദേഹം താമസിച്ചിരുന്ന സമയത്ത് മുതൽ തുടങ്ങിയ ബന്ധം പിന്നീട് എറണാകുളത്തെ ലോട്ടസ് ക്ലബ്ബിൽ താമസിക്കുന്ന സമയം, അങ്ങനെ നിരവധി സമയങ്ങളിൽ അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് ചേർന്ന് പല സിനിമകളിലും, പ്രത്യേകിച്ച് വേണിച്ചേട്ടൻ്റെ സിനിമകളിലൊക്കെ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ജീവിതത്തിനെ വളരെ വ്യത്യസ്തവും എന്നാൽ തൻ്റെ കലാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുവാനുമൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവസാന നാളുകളിൽ ഒക്കെ
ആശ്വാസമായത് ഗാന്ധി ഭവൻ ആണ് എന്നുള്ളത് ഏറെ നമ്മൾ ഗാന്ധി ഭവൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ ഇവിടെ സോമരാജൻ സാറ് പറയുകയുണ്ടായി. വളരെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടും കൂടിയാണ് ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രശസ്ത ചലച്ചിത്ര നാടക രംഗത്തെ ശ്രീമതി KPSC ലീല ചേച്ചി ലോക നാടക ദിനത്തിൽ തന്നെ ഞാനിവിടെ ശ്രദ്ധിക്കുമായിരുന്നു. ഒരു ദേശീയ അവാർഡ് എന്നുള്ള രീതിയിലാണിത് തന്നിരിക്കുന്നത്. ഇത് ഈ ചെറിയ ഒരു ഗ്രാമത്തിൻ്റെ മാത്രമല്ല, ഒരു ദേശം നൽകുന്ന ഒരു ദേശീയ അവാർഡ് തീർച്ചയായിട്ടും. കാരണം ഇത് നൽകുന്നവരുടെ കൈയുടെ മേന്മയും മഹത്വവുമാണ് വാങ്ങിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഗുണമുണ്ടാകുന്നത്. കാരണം ഇന്ന് നമുക്കറിയാം, അവാർഡുകളൊക്കെ രാഷ്ട്രീയം നോക്കിയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് തരത്തിലൊക്കെയാണ് അവാർഡുകളും ഒക്കെ സമർപ്പിക്കുന്നതെങ്കിൽ ഇത് ഏറ്റവും ഉത്തമമായ കഴിവിനെ ആശ്രയിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ഈ അവാർഡ് എനിക്ക് ഇത്രയും മുതിർന്ന ഒരു കലാകാരിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ സാധിച്ചതിലൂടെ ഞാനും ഭാഗ്യവാനായി എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പോലും കലയെയും കലാപ്രവർത്തനത്തിനെയും നാടകത്തിനെയൊക്കെ ചേർത്ത് വയ്ക്കുക, അതൊരു ഉപജീവന മാർഗത്തിന് അപ്പുറമായിട്ട് തൻ്റെ സാക്ഷാത്കാരങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ സമൂഹവുമായി സംവേദിക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഒരു നടനെയും നടിയെയും സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. അപ്പം അത്തരത്തിലെ ഒരു വലിയ ഒരു പുരസ്കാരമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ലീല ചേച്ചിക്ക് വീണ്ടും കൂടുതൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിനും ഞങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ അത് സൂക്ഷിക്കുവാൻ കഴിയുന്ന തക്കത്തിലുള്ള അഭിനയ പാഠവും കൂടുതൽ, അത് പുതിയ ആൾക്കാരോട് പറയുന്ന പോലെ അല്ല എങ്കിൽ പോലും അത് കൂടുതൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഗാന്ധി നാടകത്തിൻ്റെ കലാകാരന്മാരെ ആദരിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ നാടക സമിതിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്? അപ്പം ഒരു സാമൂഹ്യ പ്രവർത്തകനെ ആതുര സേവനങ്ങൾ നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ എന്തൊക്കെയാണ് കൂടുതൽ നിറമുള്ളതാക്കുന്നത്, സൗന്ദര്യമുള്ളതാക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിനെ എങ്ങനെയൊക്കെയാണ് ലാഘവപ്പെടുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ളവരാണ് ഈ ഗാന്ധി ഭവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള കലാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുകയും അതിലൂടെ ഇതിൽ കാണുന്ന അവർ വിവിധ തരത്തിൽ വിവിധ മാനസിക നിലകളിലൂടെ സഞ്ചരിക്കുന്നവരും ഒക്കെയുണ്ട് ഇതിൻ്റെ പ്രവർത്തനം. അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ തന്നെ ഇതിൻ്റെ നാടകത്തിൻ്റെ അണിയറ പ്രവർത്തകരെ ഒക്കെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ എൻ്റെ ആദരം അറിയിക്കട്ടെ. അപ്പം തന്നെ ചന്ദ്രമോഹൻ ചേട്ടനെ കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല. കാരണം അദ്ദേഹം സിനിമാ നടനേക്കാൾ സൗന്ദര്യമുള്ളൊരു മനുഷ്യനായിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ മുടിയൊക്കെ പൊഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് എനിക്ക് 1 വർഷങ്ങളായ മുമ്പാണ് ഞാൻ അക്കാലത്തൊക്കെ മദ്രാസിലാണ് ഡബ്ബിങ് നടക്കുമായിരുന്നത്. അപ്പോൾ ഒരു സ്റ്റാർഡം ഉള്ള ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ തലത്തിലേക്ക് ഉയർന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാളികളെ ഒക്കെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ നമ്മളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട്
നന്മകളുടെ പ്രവർത്തനങ്ങളിലാണ് കൂടുതലും ഇതിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയായ കാര്യം. ഗാന്ധി ഭവൻ എന്ന് പറയുന്നത് എന്തിന് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു അശരണരായ ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരു ഇടം എന്നുള്ളതിനേക്കാൾ ഉപരി മനുഷ്യൻ്റെ മാനവികതയെ, മനുഷ്യനെ മനുഷ്യനായി ചിന്തിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വലിയ ഒരു ഉത്തേജനം നൽകുന്ന തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ വളർച്ചയിലേക്ക് എത്തുന്നത് കൊണ്ട് സ്ഥാപനത്തിനല്ല ഗുണം, ഈ നാടിനാണ് ഗുണം. ഈ നാട് കൂടുതൽ നിങ്ങളാൽ ധന്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. താങ്ക് യു. ബഹുമാനപ്പെട്ട ബ്ലെസ്സി സാറിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹ വാക്കുകൾക്ക് ആദരവും നന്ദിയും അറിയിക്കുന്നു. ഇനി ഗാന്ധി ഭവൻ അതിൻ്റെ ഒരു വളരെ പ്രധാനമായ ഒരു പദ്ധതി കഴിഞ്ഞ 85 ദിനങ്ങളായി ഇവിടെ നടന്നു വരുന്നു. ആ പദ്ധതിയുടെ പേര് അമ്മയ്ക്കൊരുമ്മ എന്നാണ്. മാതാപിതാക്കളെ സ്വന്തം ഭവനങ്ങളിൽ തന്നെ സംരക്ഷിക്കണം എന്ന ആശയം വിദ്യാർത്ഥികളിലും യുവതലമുറയിലും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധി ഭവൻ ആരംഭിച്ച പദ്ധതിയാണിത്. എല്ലാ ദിവസവും കഴിഞ്ഞ 85 ദിനങ്ങളായി ഗാന്ധി ഭവനിലെത്തുന്ന അമ്മമാരുടെ കൈത്തലം കുഞ്ഞുങ്ങൾ ചുംബിച്ച് ആരെയും ഒരമ്മമാരെയും ഇനി ആരും ഉപേക്ഷിക്കരുത് എന്നുള്ളൊരു സന്ദേശം ഈ ലോകത്തിന് നൽകുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ അവരുടെ വീട്ടിൽ നിന്നും വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിലെ അച്ഛനമ്മമാരുടെ ചേർത്ത് നിർത്തി അവരുടെ മുത്തി വിദ്യാലയങ്ങളിലേക്ക് പോവുകയും തിരിച്ചെത്തുമ്പോഴും അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകുവാനും ഗാന്ധി ഭവൻ പ്രചരിപ്പിക്കുന്നു. അതിലേറ്റവും കൂടുതൽ ഉമ്മ നൽകുന്ന കുഞ്ഞുങ്ങൾക്ക് ഓരോ വിദ്യാലയങ്ങളിലും ഗാന്ധി ഭവൻ സമ്മാനങ്ങളും നൽകുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ അമ്മയ്ക്കൊരുമ്മ പദ്ധതിയിൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യായ KPSC ലീല ചേച്ചിയുടെ കരങ്ങൾ ഗാന്ധി ഭവനിലെ കുഞ്ഞുങ്ങളിപ്പോൾ മുത്തി ആ കൈത്തലം മുത്തി ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട TP മാധവൻ സാറിൻ്റെ സഹോദരി മല്ലികാമ്മയുടെ കൈത്തലവും ഗാന്ധി ഭവനിലെ കുഞ്ഞുങ്ങൾ മുത്തി ഇപ്പോൾ ആദരിക്കുന്നു.